അള്ളാന്റെ മുമ്പിൽ കരഞ്ഞു ദുആരക്കുന്നത് കാണുമ്പോ റബ്ബ് സന്തോഷിക്കുന്നു, അല്ലാഹ് സന്തോഷിക്കുന്നു. അവന്റെ മാലാകമാറത് കണ്ട് സന്തോഷത്തോടെ ചിരിക്കുന്നു. എന്തേ കാരണ? ആ പ്രായത്തിൽ അവന്റെ ഇബാദത്ത് വലിയ കാര്യമാണ്. ഇബാദത്ത് മറക്കേണ്ട പ്രായമാ, അല്ലാഹനെ മറക്കേണ്ട പ്രായമാ, ദീനില്ലാതെ നടക്കേണ്ട പ്രായമാ. പക്ഷേ അങ്ങനൊന്നും പോകാതെ അള്ളാന്റെ ദീനിലായി ജീവിച്ച് അള്ളാന്റെ ഇബാദത്തിലായി കഴിഞ്ഞു പോയ നല്ല യുവതിയുവാക്കള് സുബ്ഹാനല്ലാഹ്, അവർ ഈ ദീനിന്റെ വെളിച്ചമാണ്, നക്ഷത്രമാണ്, ഏറ്റവും വലിയ പ്രതീക്ഷയാണ്, ധൈര്യമാണ്. അല്ലെങ്കിൽ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ യുവാക്കളോട് യുവതികളോട് അവർ ഞങ്ങൾ ദൂരതീറ ബാല്യക്കാറുണ്ടല്ലേ, ബാല്യക്കാർ അങ്ങനത്തെ അപ്പുറം തപ്പു എന്തെങ്കിലും ആക്കിയെങ്കിൽ ഞങ്ങളെ അത്ര പെട്ടെന്ന് ജോറാക്കിയിട്ട് എപ്പോൾ അങ്ങോട്ട് അരസ, അല്ലെങ്കിൽ എപ്പോ അങ്ങളെ കമ്മിറ്റിന്ന് പുറത്ത് അല്ലെങ്കിൽ പുരന്ന് പുറത്ത് ഔട്ട്. അവൻ വേണ്ട അവൻ പണ്ട് സമാന്റെ കാലത്തിൽ ഒരു കള്ളു കുടിച്ചിരാ. അത് അതിനെ വെച്ചിട്ട് നിൽക്കില്ല. ബാല്യക്കാരെ ആ പ്രായത്തില് യുവതി എന്ന പ്രായത്തില് അവരുടെ യുവത്വകാലത്ത് ആ നല്ല കാലത്ത് തെറ്റ് ചെയ്യുക എന്നത് സാധാരണയാണ്. ആ പ്രായത്തിൽ തെറ്റ് വരും. കാരണം എന്തേ? പ്രായം അതാണ്. അവർ എന്തും സ്വീകരിച്ചോ. കളർഫുള്ളായിട്ട് കാണുന്നതെല്ലാം അവർക്ക് വലിയ ഇഷ്ടമാണ്. അത് പിന്നെ ഹറാമ ഹലാലെന്ന് തോറും നോക്കിയാല. നല്ല 1.5 ഗ്ലാമറുള്ള ഒരു പെണ്ണ് മുമ്പിൽ നടന്നെങ്കിൽ ഓൻ പെഞ്ഞായി ഓൻ്റെ കയ്യിലുണ്ടെങ്കിലും ആ പെണ്ണിനെ കാണുമ്പോൾ കമന്റ് അടിക്കും. എന്തേ? പ്രായം അതാണ്. അപ്പൊ ആ പ്രായത്തിൽ തപ്പു സഹജ, സാധാരണയാണ്. പക്ഷേ അതിന്റെ പേരിൽ അവനെ കാലാകാലം ആക്ഷേപിക്കരുത്, കുറ്റപ്പെടുത്തരുത്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഊസിക്കും ബിശ്ശബാബി ഖൈറാ, നിങ്ങളോട്, നാടിന്റെ ഹിരിയന്മാരോട്, ബുദ്ധിയുള്ളവരോട്, വിവേകമുള്ളവരോട്, കുറച്ചൊക്കെ പ്രായമുള്ളവരോട്, യുവത്വം കഴിഞ്ഞിട്ട് അങ്ങോട്ട് കഴിഞ്ഞ് മേലെ കയറിയവരോട്, അറിവുള്ളവരോട്, ബുദ്ധിയുള്ളവരോട് നബി തങ്ങൾ ഉപദേശിച്ച നല്ലൊരു ഉപദേശമുണ്ട്. ഊസിക്കും ബിശ്ശബാബി ഖൈറാ, ബാല്യക്കാരോട് നിങ്ങൾ നല്ലത് ഉപദേശിക്കണേ, അവരോട് നല്ലത് പറയണേ, അവരെ കുറ്റപ്പെടുത്തല്ലേ. യുവതിയറ, നിങ്ങൾ കാലാകാലം അകറ്റല്ലേ. പണ്ടപ്പം അങ്ങളെ വായിൽ വന്നൊരു തപ്പോ, അങ്ങളെ ജീവനത്തിൽ വന്നൊരു തപ്പോ, ആ പ്രായത്തിൽ വന്നൊരു തപ്പോ, അതിങ്ങനെ ആണ്ടുമ്പോൾ ചൊന്നു നടന്നിട്ട് അങ്ങളെ ബേജാറാക്കുതീറ. അതൊരു തപ്പായിട്ട് കാണുതീറ. ഉസീക്കും ബിശ്ശബാബി ഖൈറാ ഫഇന്നഹും മർഖു അഫ്ഇദാ, അവർ വളരെ നൈർമല്യ ഹൃദയമുള്ളവരാണ്, സോഫ്റ്റഡ് മൈൻഡഡുകാരാണ്. അതെ, വളരെ വളരെ ലോല ഹൃദയക്കാരാണ്. അവരങ്ങനെ കുറ്റപ്പെടുത്തരുത്. അല്ല ഉസ്താദ്, ബാല്യക്കാർ ഇബാദത്ത് എടുക്കുമ്പോ അല്ലാഹു തആലാന്റെ മലായികത്ത് ഇങ്ങ ചിരിക്കൂ, അള്ളാഹുക്ക് സന്തോഷാവും ചൊന്നാറല്ലേ. അപ്പൊ വയസ്സന്മാർ ഇബാദത്ത് എടുക്കുമ്പോ അല്ല ചിരിക്കൊന്നും ചെയ്യല, മലായികത്ത് ഇങ്ങൊന്നും ചിരിക്കല. എന്തേ? വയസ്സന്മാർ നിസ്കരിക്കൊണ്ടേതല്ലേ, എന്നെപ്പോ നിസ്കരിക്കുന്ന ഊന്തിയ പിന്നെ കബറുക്കും, പിന്നെ ടൈം ഇല്ലല്ലേ ചിരിക്കോ. അവന്റെ ആ പ്രായത്തിൽ അവൻ ആക്കുന്നത് വലിയ കാര്യമേ. വയസ്സായിട്ട് നിനക്ക് ബോധം വന്നില്ലെങ്കിൽ, പ്രായമേറിയിട്ട് നിനക്ക് ബോധം വന്നില്ലെങ്കിൽ, നര ബാധിച്ചിട്ടും നീ അല്ലാഹനെ അറിഞ്ഞില്ലെങ്കിൽ, ഇനി ഏത് സമയത്താ സഹോദര? ഇല്ല ഇനി നേരമില്ല. ഇരിക്കട്ടെ, ഇത് കേട്ടോ, മുത്തുനബി തങ്ങൾ പറയുകയാ, ബാല്യക്കാരെന്ന വിഭാഗം, യുവാക്കള് യുവതികള് എന്നുള്ള വിഭാഗം, ഒരിക്കലും അവരോട് നിങ്ങൾ കർക്കശ നിലപാട് സ്വീകരിക്കരുത്, പിന്നെ സ്ട്രോങ് ആയിട്ട് പെരുമാറരുത്. അവരോട് നിങ്ങൾ എപ്പോഴും നന്മ ഉപദേശിക്കണം. അട്ടുമോണോ സാരമില്ല, പോട്ടുമോണോ സാരമില്ല, ആയി മോണോ സാരമില്ല, ഇനി ചന്തത്തിലാവണോ മോണ്, അത് സാധാരണയല്ലോ ഉമ്മ, അതങ്ങനെ പണ്ടല്ലോ ഉമ്മ, നിന്റെ പിന്നെ വയസ്സതല്ലേ, സാരയില്ല കിടാവോ, സാരയില്ല കുഞ്ഞ്, ഞങ്ങൾ ആ പ്രായത്തിൽ എന്തെല്ലോ ആക്കിയോണ്ടിന്ന നിന്റെ ഇത് വലിയ വിഷയല്ല, അത് ഗംഭീരാക്കണ്ട.
നീ നല്ല മോണോ, നീ നല്ല മോളോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരോട് നല്ലത് ഉപദേശിക്കണം. എന്നിട്ട് നബി തങ്ങൾ പറയുകയാ, ബാല്യക്കാരറിയുമോ, ബാല്യക്കാരറിയുമോ, അതേ ഹാലഫനി ശബാബു ഹാലഫനി ശബാബു ലമ്മാ ഖാലഫനി ശുയൂഖ്. ഞാൻ ദീനീ പ്രബോധനവുമായിട്ട് വന്നപ്പോ അള്ളാന്റെ വേദവുമായി ഖുർആനുമായി മക്കക്കാരുടെ ഇടയിലേക്ക്, നാട്ടുകാരുടെ ഇടയിലേക്ക് ദീനീ പ്രബോധനവുമായിട്ട് ഇറങ്ങിയപ്പോ അതെ എനിക്ക് ഏറെ സപ്പോർട്ട് തന്നത്, എന്റെ ബെണ്ണളുമായിട്ട് നിന്നത്, എന്റെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ആയിട്ട് നിന്നത് ആരറിയുമോ? വയസ്സന്മാരല്ല. നബി തങ്ങളുടെ ഹദീസ്. ഇനി വയസ്സന്മാർ നണ്ടോട്ട് ചൂടാണ്ട, ഇയാൾക്ക് എന്ത് പോകും നിങ്ങളുടെ ഇത്ര അർസ, നിങ്ങളുടെ അർസൊന്നുമില്ല, നിങ്ങൾ റായത്തെന്നല്ലങ്ങ, നിങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ബാക്കിയായ. അള്ളാഹുവിന് റുക്കൂ ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന നല്ല നല്ല വയസ്സന്മാർ ഈ ലോകത്ത് ഇല്ലായിരുന്നെങ്കിൽ, ഇവിടെ ഇല്ലാണ്ടായിരുന്നെങ്കിൽ വന്ന കൊറോണ പോവല, അള്ളാന്റെ അദാബ് പിന്നെയും പിന്നെയും പറ, അള്ളാന്റെ അദാബ് വരാതെ, അള്ളാന്റെ പരീക്ഷണങ്ങൾ വരാതെ, വന്ന പരീക്ഷണങ്ങളെ വേഗ അല്ല കൊണ്ടുപോയിട്ട് ഞങ്ങളെ കാത്തത്, നാട്ടുകാരെ കാത്തത്, റായത്തങ്ങളെ കാത്തത്, ഈ ലോകത്തെ കാത്തത് ഞങ്ങളെ കാരണമല്ല, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്ന നല്ല വയസ്സന്മാരെ കാരണമാണ്. അങ്ങ നാടിന്റെ വലിയ ശ്രീരക്ഷ ആറ് 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 ഇപ്പുറം നോക്ക്, ഇപ്പുറം നോക്ക്, ആറ് ആറ് ചൊല്ലോറില്ലേ, ആറ് വയസ്സന്മാർ. ആ അങ്ങ് അള്ളാന്റെ ലോകത്ത് നമ്മുടെ ഏറ്റവും വലിയ വഴി അടയാളമാണ്. ആ ഫോൺ അതിതലത്തിൽ സൈലന്റ് ആക്കൂ. ദീനിന്റെ മജ്ലിസാണ്, ഇൽമിന്റെ മജ്ലിസാണ്, സ്വർഗത്തിന്റെ തോപ്പാണ്. ഞങ്ങത്തത് അത് വിടറു. ഈ ജാഗ ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ ഈ കൂടിയ ജാഗ, നിങ്ങൾ ആളെ നോക്കണ്ട, നന്റെ നോക്കണ്ട, നിങ്ങളെ നോക്കണ്ട, ആരെ നോക്കണ്ട. ഈ ടൈമോ നിങ്ങൾ ദയിച്ച ഈ ടൈമോ ഇത് വലിയൊരു സമയ. ഈ ജാഗക്ക് ഇപ്പൊ പേരെന്തുണ്ട, നിങ്ങ ഈ ദയിച്ച ഈ ജാഗ, ഉമ്മ പെങ്ങന്മാരെ നിങ്ങ ദയിച്ച ജാഗ, ആ ജാഗന്റെ പേര് ഉള്ളായി പെട്ടോ പള്ളിന്റെ ജാഗ എന്നല്ല. ആ ജാഗ ഹിയ റൗളത്തും മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗത്തിന്റെ ഭാഗമാണ്. അവിടെ ദയിച്ചങ്ങൾക്ക് അല്ലാന്റെ റഹ്മത്തുണ്ടോ, അവിടെ ദയിച്ചങ്ങളെ ദുആക്ക് അല്ലാന്റെ ഉത്തരവുണ്ടോ, നിങ്ങളൊട്ടിക ഈ ടൈമിലും മലായികത്തീങ്ങ ഉണ്ടോ? അതുകൊണ്ട് ഈ സമയത്തിന്റെ അതബ് നിങ്ങൾക്കാക്കണോ. അപ്പൊ ഇടക്കിടക്ക് മൊബൈൽ എടുത്ത് നോക്കുന്നു, അങ്ങനാക്കുന്നു ഇങ്ങനാക്കും, അതൊന്നും ശരിയല്ല. ഇങ്ങോട്ടോ വയസ്സന്മാരുള്ളത് കൊണ്ട് ഞങ്ങൾ ബാക്കിയായ ഞങ്ങളെ ദൂരല്ല, ഞങ്ങളെ ദൂരല്ല. നല്ല വയസ്സന്മാർ അങ്ങ് ഈ നാടിന്റെ ഏറ്റവും വലിയൊരു അഭയമാണ്. അവരില്ലായിരുന്നെങ്കിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, മുത്തുനബി തങ്ങളെ ഹദീസിലും കാണാ, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന നല്ലവരായ വയസ്സന്മാരില്ലായിരുന്നെങ്കിൽ, ഇവിടെ ഇല്ലാണ്ടായിരുന്നെങ്കിൽ, ഇവിടെ ഇന്നില്ലെങ്കിൽ എപ്പമോ അള്ളാഹു ഈ റായത്തെ മുക്കിയിട്ട് അളകട്ട. ബാക്കിയായ എന്തോ നല്ല വയസ്സന്മാരുള്ളത് കൊണ്ട്. ഈ നല്ല വയസ്സന്മാർ അവിടെ നിസ്കരിച്ചിട്ട് പിന്നെ ഹൗലിന്റെ കട്ടൽ ദയിച്ചിട്ട് കുർപ്പാത്തന്റെ വയസ്സല്ല, അവിടെ ദയിച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് ദിക്റെടുത്തിട്ട് നല്ല നിലക്ക് അള്ളാഹ്ക്ക് വേണ്ടി ബാധിച്ചെടുക്കുന്ന വയസ്സ്. അല്ലാണ്ട് അവിടെ ഓതിയ അവിടെ ഖുർആൻ ഓതി എല്ലാം ആക്കി പള്ളിന്റെ പുറത്ത് വന്നിട്ട് ഉദയിച്ചിട്ട് അയാളെന്തല്ലേ മുക്രി എന്തല്ലേ ദ്വാർക്ക് സ്പീഡാക്കിയോ? അതെന്തല്ല മദ്രസ വിട്ടില്ലല്ലേ, 9:50 മദ്രസ വിട്ടു, അയാളെന്ത് 8:40 പോയോ? എന്തെങ്കിലും അർജന്റിക്ക് പോവോ? നിങ്ങൾ അയലോട്ടേക്ക് കേൾക്കൂറില്ലേ, ഊടെ ദയിച്ചിട്ട് അപ്പുറം നോക്കിയിട്ട് കേട്ടു ആർക്ക് എന്ത് കാര്യം? ആ കേൾക്കുന്നത് കൊണ്ട് നന്മയില്ല, ആ കേൾക്കുന്നത് ഗുണമില്ല. കേൾക്കേണ്ടവരോട് കേൾക്കേണ്ട സമയത്ത് തന്നെ കേൾക്കണോ, കേൾക്കണ്ടെന്നല്ല. 8:40 എന്ത് പോയെന്ന് കേൾക്കേണ്ട റൈറ്റ്സ് നിങ്ങൾക്കുണ്ട്. കാരണം അയാൾ ഞങ്ങൾ ശമ്പളം കൊടുത്ത ആള് അയാളൊട്ട കേട്ടങ്ങായല്ലേ, അല്ലെങ്കിൽ അയാൾ നിയമിച്ച ആളുടെ അല്ല അങ്ങോട്ട് കേട്ടങ്ങായി. ഇത് അവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് അങ്ങാടിലിച്ചിട്ട് ഇവിടെ ഇയാളിട്ട് സുജൂദ് കണക്കില്ല. ഇയാൾ നിസ്കരിച്ച സുന്നത്ത് നിസ്കാരം എത്ര, ഇയാൾ ഓതിയ ഖുർആന്റെ പേജ് 18 എന്തൊക്കെ ആർക്ക് എല്ലാം പോയി. നാളെ ആഖിറത്തിലെത്തിയെങ്കിൽ അതൊന്നും കാണല. ആ
നിന്റെ ഏട് നന്മയുടെ ഭാഗം നോക്കിയാൽ ആ ഭാഗം എംടിയാണ്, ഗാലറി ശൂന്യമാണ്, ഒരു അമലും അവിടെ ഇല്ല. അങ്ങോട്ടോ ബാല്യക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ദീനി പ്രബോധനവുമായിട്ട്, ദീനിന്റെ ആ ഒരു ക്ഷണിക്കുന്ന ചുമതലയുമായിട്ട്, നുബുവത്തുമായിട്ട്, ആ ഒരു പ്രവാചകത്വ ദൗത്യവുമായിട്ട് ഞാൻ നാട്ടിലേക്ക് ഇറങ്ങിയപ്പോ മക്ക ഖുറൈശികൾക്കിടയില്, മക്കക്കാർക്കിടയിൽ ഞാൻ പ്രബോധനം ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്ക് ഏറെ സപ്പോർട്ട് ചെയ്തത്, എന്റെ മാർഗം സ്വീകരിച്ചത്, എന്റെ ബാക്കിന് കൂടിയത്, എനിക്ക് ബെണ്ടളുബായി നിന്നത്, എനിക്ക് റൈറ്റ് ഹാൻഡായി സപ്പോർട്ടാക്കിയത് ബാല്യക്കാരാണ്. നബി തങ്ങൾ പറയാ, അബൂജഹലിനെ പോലെയുള്ള വയസ്സന്മാർ, അബൂ സുഫിയാനെ പോലെയുള്ള പ്രായമുള്ളവര്, ഉത്തുബത്തിനെ പോലെയുള്ള ഉത്തുബത്തിനെ പോലെയുള്ള വയസ്സുള്ളവര്, ಹಿರಿಯന്മാര്, അങ്ങനെയുള്ള സൈഡ് പോയാറ്, നണ്ട കല്ലറ പോയാറ്, നണ്ട ആക്ഷേപിച്ചാറ്, നണ്ട കൂടെ ബഹിഷ്കാരാക്കി നോക്കിയാറ്, കമ്മിറ്റിന്ന് പുറത്താക്കി ആലോചന ആക്കിയാറ്. എന്നെങ്കിൽ റായത്തെ ബാല്യക്കാറില്ലേ? ഉമർ ഖത്താബ് തങ്ങളെ പോലെ, ഹംസ റളിയല്ലാഹു അൻഹു തങ്ങളെ പോലെ, മിസ്അബ് റളിയല്ലാഹു അൻഹു തങ്ങളെ പോലെ അങ്ങനെയുള്ള യുവാക്കള്, ബാല്യക്കാർ, യൂത്ത് വിംഗ്, യങ്മെൻസ്, അവരാണ് എനിക്ക് സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് ബാല്യക്കാരെ കുറ്റപ്പെടുത്തല്ലേ. ധാർമ്മിക ചൗക്കട്ട് മീറിയിട്ടാണ് അവർ പോകുന്നതെങ്കിലും അവരോട് നല്ല നിലക്ക് ഉപദേശിക്കണേ, അവരെ ആക്ഷേപിക്കല്ലേ. ഷഫീഉൽ വറാ റസൂലുള്ളാഹ്. ബാല്യക്കാർ നല്ല കാണാം, നിങ്ങൾ നല്ല അങ്ങ റായ നല്ലായി, നാട് നല്ലായി, സമാജം നല്ലായി, സമുദായം നല്ലായി അല്ലേ? ഇന്നിപ്പോ നോക്കൂ, ഞങ്ങളെ സമുദായത്തിന്റെ ഒരു പരിതാപകരമായ ദുഃഖകരമായ ഒരവസ്ഥ. ഞങ്ങളെ ബാല്യക്കാരെ നോക്ക്, ഏത് തെമ്മാടിത്തരത്തിന്റെ കാര്യത്തിലും നമ്മുടെ ബാല്യക്കാരുണ്ട്. എല്ലാ തെമ്മാടിത്തരത്തിന്റെ കാര്യത്തിലും നമ്മുടെ ബാല്യക്കാര് സാന്നിധ്യമുണ്ട്. വേണ്ട ഫാന് തൊണ്ട ഡ്രൈയാ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ പേപ്പർ എടുത്ത് നോക്കി, സോഷ്യൽ മീഡിയ നോക്കി, ദണ കള്ളത്തണ മൂവറ ബന്ധണ, മൂന്നാളും ഞങ്ങളെ ആൾമാറ്, കള്ളപട്ടി സാറായി, ಐವರು ಆರೋಪಿಗಳು, ಐವರು ನಮ್ಮವರೇ. അല്ല ഉസ്താദ്, അയാളുണ്ടല്ലേ, ഒരാളല്ലേ, 90% ഞങ്ങളതേ അല്ലേ, ഞങ്ങാറ് കുന്തും ഖൈറ ഉമ്മ, ഉത്തമ സമാജ, മാദരി സമാജ, എല്ലാവർക്കും പിന്നെ സ്വീകരിക്കാൻ പറ്റിയ സമുദായ. എന്നിട്ട് ഞങ്ങളെ ഭാഗത്തോ ഒരുപാട് തെറ്റുകള്. നിങ്ങൾക്ക് വിഷയം എന്തുണ്ടാ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ട് നല്ലോണം കഷ്ടപ്പെട്ട, ഇന്ത്യയുടെ കാനൂൺ ഉണ്ടാക്കിയ എഴുതിയ ആള് ഡോക്ടർ BR അംബേദ്കർ. ഒന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഒന്നില്ലേ? സ്കൂളിലെല്ലാം പഠിപ്പാട്ടി കൊണ്ടുണ്ട്. അയാള് ആളൊരു ഹിന്ദു മതത്തിൽ ജനിച്ച ആൾ. ഹിന്ദു മതത്തിലെ താരതമ്യ, അവിടെയുള്ള പിന്നെ ഈ കീഴു മേളു ജാതി, ആ ഒരു വിവേചനെല്ലാം കണ്ടിട്ട് അയാൾക്ക് ഭയങ്കര ബേജാറ്. അയാൾ കുറച്ച് വിദ്യാഭ്യാസമുള്ള ആളല്ലേ. അയാൾ എന്താക്കിയോ തൊട്ട് ലാസ്റ്റ് ടൈമിൽ അയാൾ തീരുമാനിച്ച്, ഞാൻ ഹിന്ദുവായിട്ട് ജനിച്ച ആയെങ്കിൽ ഞാൻ ഹിന്ദുവായിട്ട് ചാവല, അതൊക്കെ ഞാൻ റെഡിയില്ല. കാരണം ഹിന്ദുത്വം ചൊല്ലുമ്പോൾ അങ്ങനെയാണ് അയാൾ പറഞ്ഞത്. സത്യത്തിൽ ഹിന്ദുമതം നല്ല മതമാണ്, ഞങ്ങൾ ആ മതത്തെ കുറ്റപ്പെടുത്തുന്നില്ല. ശാന്തിയുടെ മതമാണ്, സമാധാനം പഠിപ്പിക്കുന്ന മതമാണ്. ആളെ നോക്കാതെ കൊല്ലണമെന്നോ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന്റെ പേരിൽ നിഷ്ഠൂരമായി കൊല ചെയ്യണമെന്നോ, അതല്ലെങ്കിൽ ജയ് ശ്രീറാം വിളിപ്പിച്ചിട്ട് അയാളെ പീഡിപ്പിക്കണമെന്നോ, അതല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വന്നയാള് ക്ഷേത്രത്തിന്റെ പറമ്പില്, ദേവസ്ഥാനത്തിന്റെ പറമ്പില് വെള്ളം കുടിക്കാൻ വന്നയാള് ദലിതനായി പോയി എന്നതിന്റെ പേരില് ഭീകരമായ നിലക്ക് കൊല ചെയ്യണമെന്നോ ഹിന്ദു മതം പഠിപ്പിക്കുന്നില്ല. ഹിന്ദു മതത്തിന്റെ ആശയം ശാന്തിയാണ്. ഓം ശാന്തി ശാന്തി ശാന്തി.
സുപ്രഭാതം പുലർന്നാൽ, രാവിലെ ആയാൽ ഈ ലോകത്തുള്ള മുക്കുമൂലകളിലുള്ള സകല ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നിട്ട് മുഴങ്ങുന്ന ശാന്തിയുടെ മന്ത്രധ്വനി. എല്ലാവർക്കും ശാന്തി. സർവോ ജന സുഖിനോ ഭവന്തോ. എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ, എല്ലാവർക്കും ശാന്തി ലഭിക്കട്ടെ, എല്ലാവർക്കും നന്മ വരട്ടെ. അതെ, എല്ലാവർക്കും ശാന്തി. അതാണ് ഹൈന്ദവ മതം. ആ ഹൈന്ദവ മതത്തിൽ തീവ്രവാദം ഭീകരവാദം ഒന്നും ഇല്ല. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് അത് എല്ലാത്തിലും ഉണ്ട്, എല്ലാത്തിലും. പിന്നെ ഇസ്ലാം തീവ്രവാദം പഠിപ്പിക്കുന്നു, ഭീകരവാദം പഠിപ്പിക്കുന്നു, അങ്ങനൊന്നും ചൊല്ലണ്ട. ഭീകരവാദ തീവ്രവാദം ഒന്നും ഇസ്ലാമിലും ഇല്ല, ഒരു മതത്തിലും ഇല്ല. പിന്നെ ആ പേര് വെച്ചിട്ട് എന്തോ ആക്കിയെങ്കിൽ അങ്ങനെ മാത്രം ചൊന്നങ്ങായി. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രി, ലോകം കണ്ട സൂപ്പർ ഗ്ലാമറുള്ള പ്രധാനമന്ത്രി എന്ന് ഗിന്നസ് റിക്കാർഡായ ആള് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ലോകം കണ്ട പ്രധാനമന്ത്രിമാരിൽ ഗ്ലാമർ കൊണ്ട് 1-ാം സ്ഥാനം അലങ്കരിച്ചയാൾ. അയാളത്ര ചന്തത്തിന്റെ ഒരു പ്രധാനമന്ത്രി ഇന്നോളം ലോകത്ത് വന്നിട്ടില്ല. ഇപ്പോൾ ഉണ്ടോ ഇല്ലെന്നറിയാല. ഇപ്പത്തോനക്ക് എന്തെങ്കിലും ചന്തയില്ല പോട്ടെ. അല്ല, നിങ്ങൾ അത് ചിന്തിച്ചിട്ട് തലമുണ്ടാക്കണ്ട. അങ്ങനെ അയാള് തമിഴ്നാടിൻ്റെ പെരുമ്പുതൂരിൽ വെച്ചിട്ട് LTT തീവ്രവാദികളായ നളിനിയും അതുപോലെയുള്ളവരും കൂടിയിട്ട് ബോംബിട്ട് കൊന്നു അല്ലേ? അവർ മുസ്ലിം തീവ്രവാദികളാണോ? അല്ലല്ലോ. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച ബുദ്ധന്റെ അനുയായികളാണ് LTT വേളുപിള്ള പ്രഭാകരന്റെ അനുയായികളാകുന്ന ബുദ്ധമതക്കാരായ ആ തീവ്രവാദികൾ. പക്ഷേ അതുകൊണ്ട് ആ ബുദ്ധമതത്തെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? പറ്റല്ല. അവർക്ക് മതമില്ല, തീവ്രവാദത്തിന് മതമില്ല. അത് എല്ലാ മതത്തിന്റെ അനുയായികൾക്കും ആ സ്വഭാവം ഉണ്ടാവും. അതിനാ മതത്തെ കുറ്റപ്പെടുത്തരുത്, മതത്തെ ആക്ഷേപിക്കരുത്. ഹൈന്ദവ മതത്തെയോ ക്രിസ്തവ മതത്തെയോ ആക്ഷേപിക്കരുത്. നിങ്ങൾ നോക്കൂ, ആ ഇറാഖിലെല്ലാം ബോംബിട്ടിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നുകളഞ്ഞു. എത്രയോ പെണ്ണുങ്ങളെ വിധവകളാക്കി, എത്രയോ കുഞ്ഞുമക്കളെ യതീമീങ്ങളാക്കി, എത്രയോ പാവപ്പെട്ടവരെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞു. ആരാ നേതൃത്വം കൊടുത്ത്? ആര്? ജോർജ് ബുഷിനെ പോലെയുള്ള ക്രൈസ്തവര്. അതുകൊണ്ട് ക്രിസ്തു മതം തെറ്റാണെന്ന് പറയാൻ വയ്യോ? അങ്ങനെ പറയല്. ഡൽഹിയുടെ തിരുവോരത്തുള്ള ലൈബ്രറിയിൽ വെച്ച റീഡിംഗ് റൂമിൽ നിന്ന് റീഡിംഗ് കഴിഞ്ഞ് പുറത്തു വന്ന ഇന്ത്യയുടെ ഉരുക്കുവനിത ഉക്കിണ മഹിള, ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രി, അതേ ഇന്ത്യയുടെ പ്രിയദർശിനി ശ്രീമതി ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് അംഗരക്ഷകരായ സിഖ് മതക്കാരാണ്, സിഖുമാരാണ്. അതുകൊണ്ട് സിഖ് മതം മോശമാണെന്ന് പറയാൻ പറ്റുമോ? ഗുരുനാനകിന്റെ നേതൃത്വത്തിലുള്ള സിഖ് മതം പിന്നെ ഭീകരവാദം പഠിപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത് മതത്തിന് ഭീകരവാദമില്ല, മതങ്ങൾക്ക് തീവ്രവാദമില്ല. പക്ഷേ എവിടെയാ ഇതുപോലെയുള്ള കള്ളന്മാർ, കൊള്ളക്കാർ, അക്രമികൾ ഉണ്ടെങ്കിൽ അത് അവരുടെ തെറ്റാണ്, മതത്തിന്റെ തെറ്റല്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇന്നത്തെ ചെറുപ്പക്കാർ എല്ലാ വേണ്ടാത്രങ്ങളിലും അവരെ സാന്നിധ്യം കാണാം. എല്ലാ വേണ്ടാത്രങ്ങളിലും ഉണ്ട്, എല്ലാ വേണ്ടാത്രങ്ങളിലും ഉണ്ട്. എവിടെ നമ്മളെ ബാല്യക്കാരെ കാണാത്ത മറളു കള്ളത്തണ, ഇബ്ബറ ബന്ധണ, ഇബ്ബറു നമ്മവനെ ദണ കള്ളത്തണ പാടില്ല. നീ ദണ അറുത്തിട്ടല്ലേ അറച്ചാക്കിയിട്ടല്ല, നീ ലൈസൻസും കാര്യമെല്ലാം ഉണ്ടോ, കാനൂണു ബൈലോ എല്ലാം ആണെങ്കിൽ ഓക്കെ, നീ നടത്ത്, പ്രശ്നമൊന്നുമില്ല. കാനൂണ് മീറിയിട്ടാണെങ്കിൽ അതും തപ്പന്നെ. ദണ കള്ളത്തണാക്കിയിട്ട് ഇറച്ചല്ല, നീ അതിന്റെ ബോട്ടിൽ നിന്നും തപ്പേ. കള്ളത്തന പാടില്ലല്ലേ? നീ ചെയ്യുന്നത് ഹറാമ്, മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കുന്നത് ഹറാമ്, പാടില്ലല്ലോ. അല്ല ഉസ്താദെ, അങ്ങ ബണ്ണയും അടിക്കാറ്. അതെ, അത് ഞാൻ ഒന്ന് കേക്കട്ടെ. ഞങ്ങ പണിയെടുക്കണം, ഒരേ പണി തന്നെയാണോ ചിലത് ഞങ്ങൾ നേർച്ച വെക്കാവല്ല. സത്യത്തിൽ ഞങ്ങളെ കാട്ടിയേറെ മൂക്കിന്റെ കൊടിയോളം തിന്നിട്ട് പൊക്കിളി പിരിക്കുന്നത് ഞങ്ങളല്ല, ഇറച്ചി അവർ തന്നെ. ഞങ്ങൾ നാളിന് അറക്കാണ്ടിരുന്നെങ്കിൽ ഓരേ കൂടെ പോകുന്നു ഞമ്മല്ല. അപ്പൊ ഞമ്മ കുറച്ച് സബർ എടുക്കണം. ഒന്ന്. രണ്ടാമത് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല, ചെയ്യുന്ന പണി തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാത്തിലും നമ്മളെ പേര് എവിടെ ഇപ്പൊ നോക്കൂ, പള്ളിന്റെ അവിടെ കാളക, അല്ലെങ്കിൽ റായത്തെ കാളക, അല്ലെങ്കിൽ ഗൗജി ഗദ്ദള, അല്ലെങ്കിൽ അവിടെ കള്ളു തൂറാട്ട, അല്ലെങ്കിൽ കഞ്ചാവു ലഹരി, കള്ളപട്ടി സാറായി, മറുള് കള്ളത്തണ, ആ കള്ളത്തണ, അല്ലെങ്കിൽ ഒടത്ത സിടിത്ത, എല്ലായിടത്തും ഉള്ളാരി നമ്മൾ തന്നെ പേര്. എന്തുകൊണ്ട്? സത്യത്തിൽ നമ്മളെ പേര് വരാനാ പാടില്ലല്ലോ.
നമ്മൾ ഒരാളെയും വേദനിപ്പിക്കരുത്, ഒരാളെയും ഉപദ്രവിക്കരുത് എന്ന് പഠിപ്പിക്കപ്പെട്ടവരല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ, അവരെല്ലാ നന്മയുടെ വഴികളിലും നമുക്ക് ഒരു ധൈര്യം പകരേണ്ടവരാണ്. അല്ലാഹു തആല യുവാക്കൾ എന്ന വിഭാഗത്തെ വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരു ബഹുമാനമെന്ന നിലക്ക്, അവരോടുള്ള ആദരവ് എന്ന നിലക്ക് യുവത്വം എന്നുള്ള പ്രായക്കാരെ, യുവാക്കൾ എന്ന പ്രായക്കാരെ പടച്ച റബ്ബ് മതിപ്പോടെ എടുത്തു പറഞ്ഞു. ഇന്നഹും ഫിത്യ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഖുർആനാണ്, സൂറത്തുൽ കഹ്ഫാണ്, വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട് ഏഴ് ബാല്യക്കാരുടെ കഥ. സൂറത്തുൽ കഹ്ഫ് കണ്ടാ നിങ്ങ? ഖുർആനിൽ അങ്ങനത്തെ ഒരു സൂറത്തുണ്ടോ? ഓദിറ്റേ ഇല്ല എന്നല്ലേ ഇന്നോളാ. മുസാഫെ കണ്ണങ്ങല്ലേ പിന്നല്ലോ സൂറത്തുൽ കഹ്ഫ്. അല്ലോ ഉസ്താദ്, നിങ്ങളെല്ലാവരും ഞങ്ങൾ ഓതാത്തോർന്നാക്കിയല്ലേ? സത്യത്തിൽ ഞങ്ങൾ ഇന്നെല്ലാം ഓതിക്കൊണ്ടുള്ള എല്ലാ പേപ്പറും, എല്ലാ സോഷ്യൽ മീഡിയ, എല്ലാ ടെക്സ്റ്റ് മെസ്സേജ്, അത് ഇതെല്ലാം ഞങ്ങൾ കയ്യിൽ പിടിക്കാത്ത ഓതാത്ത ഒരേ ഒരു വസ്തു ഖുർആനാണ്. സത്യത്തിൽ എപ്പോഴും ഓതാനായത്, ജാവും പോളും ഓതാനായത് അല്ലേ? പോളും ഓതാനായത് നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും ഞങ്ങൾ ത്രോതിയ കിതാബിലുണ്ടോ? നമ്മുടെ ബഹുമാനപ്പെട്ട ദീന് പഠിപ്പിക്കുന്നു, 40 ദിവസം കൂടുന്നതിന്റെ ഇടയിൽ ഒരു മുസ്ലിമായ ആണ് പെണ്ണ് ഒരു ഖത്ത് തീർക്കണം. തലക്ക് പോയാ 40 നാള് കൂട്ട ഇടയില് ഒരാണ് പെണ്ണായിട്ടുള്ള മുസ്ലിം ഒരു ഖത്ത് ഓതിയിട്ട് തീർക്കോണേ. 44 ഉൾഗ 30 ജുസ് ഓതോഗോ 44. ഒരു 4 ഒരു പാതി ജുസൂർ ഇണക്ക, അല്ലെങ്കിൽ ഒരു 3/4 ജുസൂർ ഇണക്ക, ഒരു 4-5 പേജ് ഇണക്ക. 4-5 പേജ് 5 നേരം നിസ്കാരത്തിന്റെ പിന്നെ ഓതിയിട്ട് അങ്ങനെ ആവും. ഒരേ ഏകദമ്മിൽ ഓതിയിട്ട് തീർത്തുങ്ങാവും, സുബൈക്കാവും, ജാവും, അങ്ങനെയാവും. 44 ഉൾഗായിട്ട് ഒരു ഖത്ത് തീർക്കണോ. ആ കണക്കിൽ ഒരാൾക്ക് 28 എത്ര ഖത്താണോ, ഓനക്ക് 48 എത്ര ഖത്ത ഓതിയാ കേക്കുറല്ലോ ഓനോട്ടാ? മുസാഫയെ കണ്ടിട്ടില്ല. മറ്റൊന്ന് ഇൻഷാ അല്ലാഹ് റമളാൻ പണ്ടല്ലേ, ഫസ്റ്റ് റമളാൻ മാസം കാണല്ലേ, മറ്റേ കുറച്ച് നല്ലുള്ളൂ. ആ ഫസ്റ്റ് 2 യാ റബ്ബേ ഓ മുസാഫെല്ലാം കയ്യിൽ പിടിച്ചിട്ട് എന്തുല്ലോ എൻ്റെ അവസ്ഥ. മാത കണ്ടെന്ന് സുറു ഫസ്റ്റ് ഓൻ്റെ 2 കയ്യിൽ 4 മുസാഫ്. ഇങ്ങ വേണം നോക്കൂ, ടെസ്റ്റ് ആകുമല്ലോ. മറ്റത് വന്നിട്ട് ഉടമയല്ലേ, വേറെ ഓടെയല്ലേ. മാത കണ്ടെന്ന് ഫസ്റ്റ് ജാവു. ആകാശത്ത് റമളാനിന്റെ മാസം കണ്ടു, അമ്പിളി കണ്ടു, മാത കണ്ട് എന്ന് പറയുമ്പോ ഞങ്ങളെ റായത്തെ എല്ലാരും, പ്രത്യേകിച്ച് ബാല്യക്കാരും പാഞ്ഞു വന്നാറ്. പള്ളി ഫുള്ളോ, കീള് ജാകില്ല, മേള് ജാകില്ല. ലാസ്റ്റ് പഴയ മാറ്റ് കൊണ്ടിട്ട് ജാലിലിട്ടിട്ട് നിസ്കരിച്ച് എന്റെ ഭയങ്കര ജങ്കുളി. ബാല്യക്കാരെ കയ്യിലെ മുസാഫു നിസ്കാര തീന്ത് തറാവി വിത്രി എല്ലാം തീന്നിട്ടും 3/4 ഗಂಟೆ കഴിഞ്ഞ് ബാല്യക്കാര പോയിട്ടില്ല. എന്റെ ഉസ്താദേ റമളാൻ ഒക്കെ അങ്ങനെയല്ല ചൊന്ന ബാല്യക്കാര പിറ്റേന്നവന്റെ കയ്യിലെ മുസാഫില്ല. 3-മത്തെന്നവൻ പള്ളിയിലില്ല, 4-മത്തെന്നവണക്ക് നോമ്പില്ല. ഇതല്ലേ ഞങ്ങളെ ബാല്യക്കാരവസ്ഥ? അങ്ങനല്ലേ? എന്നാ ദീന് പറയുന്നു 40 ദിവസം കൂടുമ്പോ ഒരു ഖത്ത് ഓതണമെന്ന്. പൊന്നു പെങ്ങളെ നിന്നോട് പറയട്ടെ, പൊന്നു ബാല്യക്കാരത്തി മോള്, എന്റെ വാല് കേൾക്കുന്ന വിരിശപ്പെട്ട ഉമ്മ, എത്ര ഖത്തം ഓതിയാറ് നിങ്ങ മുസ്ലിമല്ല? നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ അള്ളാവിന്റെ അടുക്ക നന്മയുടെ ലിസ്റ്റ് കാട്ടുമ്പോ നിങ്ങളാ 7 കിതാബിൽ ഖുർആൻ ഓതിയത് കാണുക. ഖബറിന്റെ അകത്ത് വെച്ചിട്ട് നിന്റെ ഇമാമേതാ, നിന്റെ ഇമാമാര് എന്ന് ചോദിക്കുമ്പോ എന്റെ ഇമാമ് ഖുർആനാണ്, നിന്റെ ഇമാമ് ഖുർആനാണ്.
എന്താണ്? ഈ ഒരു ആൻസർ ചൊല്ലണമെങ്കിൽ നീ ഖുർആനുമായിട്ട് ബന്ധം വേണ്ടേ? ഖുർആനായിട്ട് നിക്കൊരു ലിങ്ക് വേണ്ടേ? ഒരു കണക്ട് വേണ്ടേ? നിക്ക് ഖുർആനായിട്ടൊരു ബന്ധേ ഇല്ല. എന്നാൽ മുൻഗാമികൾ നോക്കൂ, അവരുടെ ചരിത്രം നോക്കൂ. നിങ്ങളെ പോലത്തെ ബാല്യക്കാർത്തി പെണ്ണ്, അതേ ബാല്യക്കാർത്തി പെണ്ണ്, 40 വയസ്സാവാത്ത ബാല്യക്കാർത്തി പെണ്ണ്, 39 ആണ്ട് മാത്രം ജയിച്ചിട്ട് ജീവിച്ചിട്ട് മരിച്ചുപോയ പെണ്ണ് ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. എന്തേ മുണ്ടില്ലേ? അമ്മ പറമോ നഫീസ് അല്ല, ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. ചെറിയ പെണ്ണ്, മരിക്കണമെന്നല്ലോ 39 വയസ്സുക മരിച്ചു പോയിട്ട് മക്കയിൽ ജനിച്ചയാള്, ഈജിപ്തിൽ പോയിട്ട് വളർന്നയാള്, അവിടെ തന്നെ മരിച്ചിട്ട് അവിടെ മറമാടപ്പെട്ടയാള്, ഇമാം ഷാഫി തങ്ങളെ കാലത്ത് ജീവിച്ചയാള്, ഇമാം ഷാഫി തങ്ങൾക്ക് മയ്യത്ത് നിസ്കരിച്ചയാള്, വലിയ മഹദിയായ ആള്, വലിയ മഹദിയായ ആള്, നല്ലവളായ ആള്, ഒരുപാട് ഇബാദത്ത് ചെയ്തയാള്. ചരിത്രം പറയുന്നു മരിക്കുന്നതിന് മുന്നേ 4000 മറ്റൊരു റിപ്പോർട്ടിൽ 6000 മറ്റൊരു റിപ്പോർട്ടിൽ വേറൊരു റിപ്പോർട്ടിൽ 6000-ലേറെ 6000-ലേറെ 4000 എന്നതിൽ തർക്കമില്ല. 4000-ലേറെ 4000 തവണ വിശുദ്ധ ഖുർആൻ മുഴുവനും ഖത്തം ഓതി തീർത്ത പെണ്ണാണ് ബീവി നഫീസത്തുൽ മിസ്രിയ. ഒന്ന് ആലോചിച്ചോക്ക്. ഇത് ചൊല്ലുമ്പോൾ നിങ്ങൾ കേൾക്കുവാറ്, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ കേൾക്കുവാറ്, ഉസ്താദ് അയിമക്ക് വേറെ സ്വറന്തി ഇല്ലാത്ത ഞങ്ങൾക്ക് മീൻ മുറിക്കണോ, കാപ്പിക്ക് പൊടി ഇടണോ, അതിൻ്റെ ഇടയ്ക്ക് കാപ്പിൻ്റെ മുറക്ക് പോകണോ, ബസള മുറിക്കണോ, അബ്ബ വന്നെങ്കിൽ അത് നോക്കണോ, ഉമ്മക്ക് ഷുഗറിൻ്റെ ഗുളിക കൊടുക്കണോ, അതിൻ്റെ ഇടയിൽ ആ ഉടുപിടിച്ച മാപ്പിള വന്നെങ്കിൽ അവൻ്റെ വെട്ടും കേൾക്കണോ. അയിമക്ക് വേറെ സ്വറന്തി ഇല്ലാത്ത നിസ്കാര ഓത്തു ബൈത്ത്, നിസ്കാര ഓത്തു ബൈത്ത്. ഞങ്ങൾ അങ്ങനെ അല്ലല്ലേ. ആര് ചൊന്നോ? നിങ്ങളെ പോലെ അയിമ ആ ഉമ്മ ബീബി നഫീസത്തുൽ മിസ്രിയ. നിങ്ങളെ പോലെ ചൊന്നത്, നിങ്ങളെ പോലെ ഉടുപിടിച്ച മാപ്പിളുടെ വെട്ട് കൊണ്ടാളെന്നല്ല. നിങ്ങളെല്ലാവരും മാപ്പിള അങ്ങനെ എന്നൊരു അഭിപ്രായം നോക്കി ഇല്ലയില്ല. മാത്രമേ ഇങ്ങനത്തെ ഉടുപിടിച്ച വത്തെങ്കിലും പിടിച്ച മാപ്പിള ഇല്ല എന്ന അഭിപ്രായം നോക്കില്ല. പറഞ്ഞു ഞങ്ങൾ അങ്ങനത്തതുണ്ട്. എന്താക്കും ഉസ്താദ്? എന്നെന്താക്കുന്നില്ല, കെട്ടുമ്പോഴേ നോക്കണായി, കെട്ടുമ്പമേ നോക്കണായി. ഓൻ്റെ ചന്തത്തെ താടിയും ഓൻ്റെ റട്ട വട്ടാട്ട പോലെ പൊന്തിയതെല്ലാം കണ്ടിട്ട് അക്കബക്ക് കെട്ടിയത് ഓനക്ക് തല ദീനുണ്ടാ നല്ല പാട്. ഉസ്താദ് എല്ലാം അബ്ബാക്കിയോ? അബ്ബറിട്ട് പോയിട്ടിക്ക അബ്ബ നിങ്ങമ്മ കെട്ടുന്നാണ ആർക്കില്ലേ മാപ്പിള നിൽക്കുമ്പോളൂ അപ്പത്തുള്ളൂ. ഒരു മിനിറ്റ് നിൽക്കോ, ഇതെല്ലാം കാൾ കളിക്കറാണ് അവൻ ഉഗുറല്ല, അവൻ്റെ ഉഗുറിൻ്റെ അടിയിൽ ചേറുണ്ടാന്നല്ലോ നോക്കറല്ലേ. ഉഗുറിൻ്റെ അടിയിൽ ചേറില്ലെങ്കിൽ അവൻ എപ്പം കുറിക്ക പള്ളിക്ക് പോകണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഉഗുറിൻ്റെ അടിയിൽ ചേറുണ്ടാ അവൻ ജുമാക്ക് പോലും പോയിട്ടില്ലാന്ന് അർത്ഥം. ആറ് പോവും ഇങ്ങനെ വിളിക്കുന്ന ആളെ കണ്ടുമില്ല പോവാം. ഇത് ഫോണേ അല്ലേ. ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹുവിന്റെ ഭർത്താവ് ജഅഫർ റളിയല്ലാഹു അൻഹു നല്ല സ്വാലിഹായ ബാല്യക്കാരനാണ്, നല്ല പദമോദമുള്ള സ്നേഹമുള്ള ഭർത്താവാണ്. മൂന്ന് മക്കളെ ഉമ്മയാണ് ബീബി നഫീസത്തുൽ മിസ്രിയ. നിങ്ങളെപ്പോലമേ ഒരു മാപ്പിളുടെ പെഞ്ഞായിട്ട് മക്കളെ ഉമ്മ ആയിട്ടിന്ത്, ഒരു വീടിന്റെ ഒരു പൊര നോക്കുന്ന ആളായിട്ടിന്ത്, ഗ്രഹിണി ഗൃഹസ്ഥ, വീടിന്റെ ഉടമസ്ഥ, വീട് ഭരിക്കുന്നയാള്. അതായത് നിങ്ങൾ എന്തെല്ലാം സ്വറ എടുത്തോണ്ടുള്ളാറ്, എന്തെല്ലാം പണിയെടുത്തോണ്ടുള്ളാറ്, എന്തെല്ലാം കാര്യകലാപം നിങ്ങൾ നടത്തിക്കൊണ്ടുള്ളാറ്, അതെല്ലാം എടുത്ത പെണ്ണായിട്ടിക്കട് ബീബി നഫീസത്തുൽ മിസ്രിയ. ആയെങ്കില അങ്ങനെല്ലാം ആക്കിയെങ്കിലും ആ ഉമ്മ മരിക്കണമെന്നുള്ളൂ. 4000-ലേറെ തവണ ഖുർആൻ ഓതി തീർത്തു. മരിക്കുന്ന സമയത്ത് പോലും ഖുർആൻ ഓതിയിട്ട് മരിച്ചു. എന്തൊരു ഭാഗ്യല്ലേ അല്ലേ. ആ ഭാഗ്യം കിട്ടണം എന്താക്കണോ എന്തുണ്ടാ, ഇടക്കിടക്ക് ഖുർആൻ നോക്കണോ, തുറക്കണോ, ഓതണം. അല്ല ഉസ്താദ് എന്നൊക്കെ ഓത ബണ്ടിലെങ്കിൽ പഠിക്കണം. ഇനി എന്തും ഇല്ല എന്തെങ്കിലും സാരമില്ല, ഇടക്കിടക്ക് ഇങ്ങനെ മുസാഫ് നോക്കല് അതൊരു സുന്നത്താണ്. ഇങ്ങനെ തുറന്നിട്ട് നോക്കല് അതൊരു സുന്നത്താണ്.
വെറുതെ നോക്കിയെങ്കിൽ കൂലിയുള്ള വിഷയമാണ് മുസാഫ്, പള്ളി, ഉമ്മ, കഅബ, അബ്ബ. ഇതല്ല ഞങ്ങളെ നല്ല ചന്തത്തിൽ നല്ല മനസ്സിൽ നോക്കിയെങ്ങും വയ്യാവ് കൂലി കൊണ്ട് നിൽക്കും. നോക്കുമ്പോഴത്തേക്ക് നീ ഇങ്ങനെ ഈ രാക്ഷസ പോലെ നോക്കണ്ട. നല്ല ഒരു പിരിസപ്പാടില്, ഒരു ഓർമ്മപ്പാടില്, നല്ല കൽബുല്, നല്ല ഈമാനുള്ള കൽബുല് നീ ഞങ്ങളെ നോക്കൂ. നിനക്ക് കൂലിയുണ്ടോ? പരിശുദ്ധമായ ദീൻ പറയും. ഇരിക്കട്ടെ, ബീബി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ എന്ന ബാല്യക്കാരിയായ പെണ്ണ്, ധാർമ്മിക ചൗക്കട്ടിന്റെ ഉള്ളിൽ ജീവിച്ച പെണ്ണ്, ഒരു നിസ്കാരം പോലും കളാക്കാത്ത പെണ്ണ്. പൊന്നുമ്മ കേട്ടോ, പൊന്നുമോള് കേട്ടോ, അന്നരെ കാണാൻ ഔറത്ത് ചന്തം കാട്ടി നടക്കുന്ന മോള്, ലിഫ്റ്റിക്ക് പുരട്ടിയിട്ട് മറ്റുള്ളവരെ മുമ്പിൽ ഗ്ലാമർ കാട്ടുന്ന പെണ്ണ്, ആണുങ്ങളുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെട്ടിട്ട് ആണുങ്ങളോട് ഹായ് ഹൂയി ചാറ്റിംഗ് നടത്തുന്ന പെണ്ണ്. പൊന്നുമോള് കേട്ടോ, നല്ലവർ കടന്ന സ്വർഗത്തിൽ നിനക്ക് പ്രവേശനമില്ല. ബീബി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ ബാല്യക്കാരത്തി പെണ്ണ്, മരിക്കണ മുന്നോളം 4000-ലേറെ വട്ട ഖുർആൻ ഓതിയ പെണ്ണ്, മരിക്കുന്ന ടൈമുള്ള പോലും ഖുർആൻ ഓതിയ ഉമ്മ. തരിത്തവരോ ഡുണ്ണി ഞാൻ മോറിത്തിടാ സോമാന്, തനിയവൻ നോമ്പോട് കൂടെ എന്നെ ഇപ്പോൾ താനെ മരണമാകും എണ്ട് പിണ്ട്.